ഹായ് ഫ്രണ്ട്സ്, യാഷിക ടാരോ വീട്ടിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ കുറേ നാളുകളായിട്ട് വീഡിയോ ഒന്നും ഇടാറില്ലായിരുന്നു. ഇപ്പോൾ നമുക്ക് വീണ്ടും നമ്മളത് വീഡിയോ ഇടാൻ തുടങ്ങുകയാണ്. എനിക്ക് നേരത്തെ തന്ന സപ്പോർട്ടുകളെല്ലാം തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് റീഡിങ്ങിലേക്ക് കടക്കാം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് നിങ്ങളുടെ ലൈഫിലേക്ക് അടുത്തതായിട്ട് വരാൻ പോകുന്നതെന്നാണ്. അപ്പോൾ എനിക്ക് കിട്ടിയിരിക്കുന്ന സ്പ്രെഡുകളെന്ന് പറയുന്നത് 2 ഓഫ് സോർട്സ്, ദ എംബറർ, 8 ഓഫ് പെൻറ്റക്കിൾസ്, 9 ഓഫ് പെൻറ്റക്കിൾസ്, പിന്നെ നമുക്ക് ചാരിയറ്റും കൂടിയാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഈ കാർഡുകൾ എന്തൊക്കെയാണ് പറയുന്നതെന്ന് നമുക്ക് നോക്കിയാലോ. 2 ഓഫ് സോർട്സ് എന്ന് പറയുന്നത്, ഇപ്പോൾ നിങ്ങളൊരു ഡിസിഷൻ അവോയ്ഡ് ചെയ്യുന്നുണ്ട്. അതായത് നിങ്ങൾക്ക് ഒരു ഡിസിഷൻ ഉണ്ട്, പക്ഷേ അത് അവോയ്ഡ് ചെയ്യുന്ന ഒരു ഇതാണ് കാണിക്കുന്നത്. ഒരു വിഷയത്തിൽ മനസ്സിൽ ഡൗട്ടുണ്ട്. ഹേർട്ടും മൈൻഡും ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ പോകുന്ന പോലെയുള്ളൊരു ഫീലിങ്സാണ് നിങ്ങൾക്കിപ്പോൾ ഉണ്ടാകുന്നത്. ദ എംബറർ പറയുന്നു, സ്ട്രോങ് മസ്കുലിൻ, ഒരു അതോറിറ്റി എനർജി വരുന്നു. ഒരു പവർഫുൾ പേഴ്സൺ ലൈഫിലേക്ക് വരാം, അല്ലെങ്കിൽ നിങ്ങൾ തന്നെ കൺട്രോൾ എടുക്കും. സ്റ്റെബിലിറ്റി ഓർ സ്ട്രക്ചർ സ്റ്റാർട്ടാക്കുക എന്നാണ് എംബറർ പറയുന്നത്. ഒന്നെങ്കിൽ ഒരു പവർഫുൾ പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്, ഇല്ലെങ്കിൽ ഒരു പവർഫുൾ പേഴ്സണായിട്ട് നിങ്ങൾ മാറാനുള്ള ചാൻസ് ഉണ്ടെന്നാണ് പറയുന്നത്. അതായത് ഒരു മാരേജ് കമ്മിറ്റ്മെൻറ്റ് എനർജി സ്ട്രോങ് ആണ് ഇവിടെ നിന്നാണ് ഈ എംബറർ പറയുന്നത്. പിന്നെ നമുക്ക് നോക്കുമ്പോൾ 8 ഓഫ് പെൻറ്റക്കിൾസ് ആണ് കിട്ടുന്നത്. അത് നിങ്ങൾ ഹാർഡ് വർക്ക് ഫേസ് ആണ് വരുന്നത്. കരിയർ ഫോക്കസ്, ഫിനാൻഷ്യൽ ഇമ്പ്രൂവ്മെൻറ്റ്, സീരിയസ് എഫേർട്ട് ടുവേർഡ്സ് വൺ ഗോൾ എന്ന രീതിയിൽ നിങ്ങൾ മുന്നോട്ട് പോകുമെന്നാണ് കാണിക്കുന്നത്. അതായത് നിങ്ങൾ സീരിയസ് ആയ ഒരു കാര്യം ബിൽഡ് ചെയ്യും. ഏതോ ഒരു കാര്യത്തിൽ നിങ്ങൾ സീരിയസ് ആയിട്ടൊരു ഡിസിഷൻ എടുത്ത് അത് നിങ്ങൾ മുന്നോട്ട് പോകുമെന്നാണ് കാണിക്കുന്നത്. 9 ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറയുന്നത് ഇത് സെൽഫ് ഇൻഡിപെൻഡൻസ്, കോൺഫിഡൻസ്, ഗ്ലോ അപ്പ് ഒക്കെയാണ് പറയുന്നത്. അതായത് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി, സെൽഫ് റെസ്പെക്റ്റ് ഇൻക്രീസ്, സിംഗിൾ ലൈഫിൽ സ്ട്രോങ് പൊസിഷനിലേക്ക് നിങ്ങൾ ചേഞ്ച് ആവുമെന്നാണ് ഈ 9 ഓഫ് പെൻറ്റക്കിൾസ് പറയുന്നത്. നിങ്ങൾ നിങ്ങളുടെ വാല്യൂ അറിഞ്ഞു തുടങ്ങാൻ പോകുന്നു, അതാണ്. ദ ചാരിയറ്റ് എന്ന് പറയുന്ന ഒരു ഫാസ്റ്റ് മൂവ്മെൻറ്റ്, അല്ലെങ്കിൽ സഡൻ പ്രോഗ്രസ്, ഒരു ട്രാവല്, ഫൈനൽ ഡിസിഷൻ എടുക്കുന്ന പിന്നെ വിക്ടറി ആഫ്റ്റർ സ്ട്രഗിൾ, ഒരു സ്ട്രഗിളിന് ശേഷം ഒരു വിക്ടറി ഉണ്ടാകുന്നു എന്നൊക്കെയാണ് ചാരിയറ്റ് പറയുന്നത്. പെട്ടെന്നൊരു പ്രോഗ്രസ് ഉണ്ടാവും, അതിലേക്ക് ഡിസിഷൻ പെട്ടെന്ന് എടുക്കും എന്നുള്ള രീതിയിൽ. അതായത് ഇപ്പോൾ കൺഫ്യൂഷൻ ഉണ്ടെങ്കിലും പെട്ടെന്ന് നിങ്ങൾ കൺട്രോൾ എടുക്കും. ഹാർഡ് വർക്കും സെൽഫ് ഫോക്കസും ഒന്നുകൂടെ നിങ്ങൾ സക്സസ് നേടുമെന്നും ഒരു സ്ട്രോങ് മസ്കുലിൻ പൊസിഷൻ ഇൻഫ്ലുവൻസ് ഉണ്ടാകും എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ എൻ്റെ റീഡിങ്. എൻ്റെ റീഡിങ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്